എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ ഒരേപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി കാണാം. നമുക്കിത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിലും ടേസ്റ്റി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. പാലുണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് പാസ്ത വേണം. ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലും ഹെൽത്തിയുമാണ്. വെജിറ്റബിൾസിന് ക്യാരറ്റും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഞാൻ കുറച്ച് മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. കൂൺ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പറ്റുമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കൂൺ കൂടാതെ നമുക്ക് 3 വെളുത്തുള്ളി കൂടി വേണം. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം തിളപ്പിച്ച് ഉപ്പ് ചേർത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പാസ്തയുടെ ഷേപ്പ് അനുസരിച്ച് നമ്മളിതിനെ പല പേരിലാണ് വിളിക്കുന്നത്. ഞാനിന്ന് ഫിസിലി പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത, പെന്നയോ മാക്രോണിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഇതിൻ്റെ കവറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ 7 to 8 minutes ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 7 minute ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തത്. ഇതിവിടെ ഒരു 7 minute ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കണം. ഇത് അരിച്ച ശേഷം കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഇരുന്ന് കുക്കാവുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തണുത്ത വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂമും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലേ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ. ഇത് ചേർത്ത് കൊടുക്കുന്ന നിർബന്ധമില്ലെങ്കിലും ചേർക്കുമ്പോഴാണ് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂൺ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 minute ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് അടച്ചു വെച്ചൊരു 2 minute ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് ഒരു മീഡിയം അല്ലെങ്കിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 minute നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എനിക്ക് കുറച്ച് ക്രഞ്ചി ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് ചെയ്തെടുക്കുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കാം. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനായിട്ട് നമുക്ക് ബട്ടർ വേണം. ഞാനിവിടെ 100 ഗ്രാം ബട്ടറിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. പകുതിയിലും കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് തന്നെ നമ്മുടെ മൈദയുടെ ഒരു പച്ചച്ചുവ മാറ്റിയെടുക്കണം. കൈവിടാതെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഈ വൈറ്റ് സോസിന് യഥാർത്ഥത്തിൽ ബേഷമൽ സോസ് എന്നാണ് പറയുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബട്ടറിൻ്റെയും മൈദയുടെയും പാലിൻ്റെയും മാത്രമേ ആവശ്യമുള്ളൂ. മൈദയുടെ പച്ചച്ചുവ മാറി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കിയെടുക്കണം. 1.5 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് അങ്ങ് സോസിയായിട്ട് കിടക്കുന്ന പാസ്ത ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരുപാട് വെള്ളം പോലത്തെ പാസ്തയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഫുൾ ക്രീം മിൽക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, കൈവിടാതെ. അപ്പോൾ ഈ നല്ല തിക്കായിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാവുന്ന നല്ല തിക്കായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്. ഞാനിതിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കുന്ന ഇഷ്ടമായതുകൊണ്ടിട്ടാണ് ഞാൻ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഗ്രേറ്റഡ് ചീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടിരിക്കുന്ന സോസ് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്ന സോസിൽ, അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇത്രയും കട്ടിയിൽ സോസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 2-3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാല് വെള്ളമോ ചേർത്ത് ഈ സമയത്ത് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇറ്റാലിയൻ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇറ്റാലിയൻ സ്പൈസ് മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നമ്മുടെ പാസ്ത ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
കുറച്ച് തണുക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി പോകും. അതുപോലെ നേരത്തെ പറഞ്ഞ കണക്ക് സോസിൽ നമ്മൾ ചീസ് ഇടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗ്രേറ്റഡ് ചീസ് മുകളിലിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിയൊക്കെ വേണമെന്നുള്ളവർക്ക്. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.